ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞനിയന്മാരെ, അനിയത്തിമാരെ, നമ്മളിവിടെ ഇരിക്കുന്ന അപ്പച്ചന്മാരുടെ പലരുടെയും കൈകൾ നോക്കിക്കഴിഞ്ഞാൽ ആ കൈകളിൽ തഴമ്പ് കാണാനായിട്ട് സാധിക്കും. അത് കാണുമ്പോൾ അത്ര സുന്ദരമായിട്ടുള്ള കാര്യമല്ല, വിരൂപമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ വാസ്തവത്തിൽ ഈ കൈകളിലെ തഴമ്പ് എന്തിൻ്റെ അടയാളമാണ്? അത് ഈ അപ്പച്ചന്മാർ അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി കഠിനമായി അധ്വാനിച്ചതിൻ്റെ, സ്നേഹിച്ചതിൻ്റെ, ആ കുടുംബങ്ങളെ സ്നേഹിച്ചതിൻ്റെ, തങ്ങളുടെ മക്കളെയും ജീവിത പങ്കാളിയെയും ഒക്കെ സ്നേഹിച്ചതിൻ്റെ, അതിനുവേണ്ടി അവരെടുത്ത കഠിനമായ ത്യാഗങ്ങളുടെയും അധ്വാനങ്ങളുടെയും അടയാളമാണ്. അമ്മമാര് പ്രസവം കഴിയുമ്പോൾ അവരുടെ വയറ്റിലുണ്ടാകുന്ന പാടുകളുണ്ട്, സ്ട്രെച്ച് മാർക്സ്. അത് കാണുമ്പോൾ അവരുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആത്യന്തികമായിട്ട് അത് എന്തിൻ്റെ അടയാളമാണ്? തൻ്റെ കുഞ്ഞിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങളുടെ, വേദനകളുടെ, ആ കുഞ്ഞിന് ജീവൻ നൽകാൻ, ജീവൻ സമൃദ്ധിയായി ഉണ്ടാകാൻ വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളുടെയും സ്നേഹത്തിൻ്റെയും വലിയ അടയാളമാണ്. ശാരീരികമായിട്ട് മാത്രമല്ല ഇത്തരം അടയാളങ്ങൾ, വൈകാരികമായിട്ട്, മാനസികമായിട്ട് നമ്മളൊക്കെ പലപ്പോഴും അനുഭവിക്കുന്ന മുറിവുകളുണ്ട്, ഇതുപോലുള്ള പാടുകളുണ്ട്. അതും ഈ സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഒരു കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളൊക്കെ ഉള്ളപ്പോൾ അതിലൊരാൾ തൻ്റെ ഭാഗമാണ് ശരിയെന്നറിഞ്ഞിട്ടും, ഇനി അതുമല്ലെങ്കിൽ തനിക്ക് കിട്ടേണ്ടുന്ന സ്വത്താണെന്നറിഞ്ഞിട്ടും, കുടുംബത്തിലെ സമാധാനത്തിന് വേണ്ടി തൻ്റെ ശരികൾ അത് ഉറക്കെ പറയാതെ മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ തനിക്ക് ഉറപ്പായിട്ടും അവകാശമായിട്ട് കിട്ടേണ്ടുന്ന സമ്പത്ത് പോലും വേണ്ടെന്ന് വിചാരിച്ച് പിന്നോട്ട് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് മാനസികമായിട്ട്, വൈകാരികമായിട്ട് ഏൽപ്പിക്കുന്ന മുറിവുണ്ട്, സാമ്പത്തികമായി ഏൽപ്പിക്കുന്ന മുറിവുണ്ട്. പക്ഷേ കുടുംബത്തിലെ സമാധാനത്തിന് വേണ്ടി ആ മുറിവ് ഏറ്റെടുക്കുകയാണ്. ഇത്തരം മുറിവുകൾ ശരീരത്തിലും മനസ്സിലും ഒക്കെ നമ്മൾ ഏറ്റെടുക്കുന്ന മുറിവുകൾ, അത് പലപ്പോഴും നമ്മുടെ കുടുംബത്തോടുള്ള, നമ്മുടെ മക്കളോടുള്ള, നമ്മുടെ സഹോദരങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ വലിയ അടയാളങ്ങളാണ്. ഇന്ന് നമ്മൾ ഈശോയെ കണ്ടുമുട്ടുമ്പോൾ, ഈശോ തോമാസിന് പ്രത്യക്ഷപ്പെടുമ്പോൾ എത്രത്തോളം അഭിമാനത്തോടെയാണ് ഉദ്ധിതനായ ക്രിസ്തു തൻ്റെ ശരീരത്തിലെ മുറിവുകൾ കാണിച്ചു കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈശോ ഒരു മെഡൽ പോലെയാണ്, താൻ ഓടി വിജയിച്ച ഒരു മത്സരത്തിൽ സമ്മാനമായി കിട്ടിയ മെഡലുകൾ പോലെയാണ്, ട്രോഫി പോലെയാണ് തൻ്റെ ശരീരത്തിലെ മുറിവുകൾ അഭിമാനത്തോടു കൂടി തൻ്റെ ശിഷ്യനെ കാണിച്ചു കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഈശോ അങ്ങനെ കാണിക്കുന്നത്? തൻ്റെ മുറിവുകൾ, ഉദ്ധിതനായ ക്രിസ്തു തൻ്റെ മുറിവുകൾ കാണിച്ചു കൊടുക്കുന്നതിൻ്റെ കാരണം അവിടുന്ന് നമ്മളെ അത്രത്തോളം സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ അടയാളമാണ് ആ മുറിവുകൾ എന്നുള്ളത് കൊണ്ടാണ്. ഈശോയ്ക്ക്, ഈ ഉദ്ധാനം ചെയ്ത ഈശോയ്ക്ക് ഉയർത്തെഴുന്നേക്കാൻ സാധിക്കുന്നവനാണെന്നുണ്ടെങ്കിൽ ആ മുറിവുകളൊക്കെ മാച്ച് കളയാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ ഈസി ആയിട്ട് പറ്റും. നമ്മൾ ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രസവം കഴിഞ്ഞ് അമ്മമാരൊക്കെ ഉണ്ടാകുന്ന ഈ ശരീരത്തിൽ വരുന്ന കുറവുകൾ, അതിൻ്റെ സൗന്ദര്യത്തിന് വരുന്ന കുറവുകളൊക്കെ മാറ്റാനായിട്ട്, മേക്ക് ഓവർ നടത്താനായിട്ട് ഇന്ന് ഒരുപാട് പാക്കേജുകൾ ആശുപത്രികളിലുണ്ട്. അതൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാകും. ഈശോയ്ക്ക് അതുപോലെ ഈസി ആയിട്ട് തൻ്റെ ശരീരത്തിലെ എല്ലാ മുറിവുകളും മാച്ച് കളഞ്ഞ് ഒരു, നമ്മൾ പറയുന്ന പോലെ ഒരു ചുള്ളനായിട്ട്, ഒരു മഹത്വത്തിൻ്റെ മാത്രം ശരീരമായിട്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാമായിരുന്നു, ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാമായിരുന്നു. ഈശോ അത് ചെയ്യുന്നില്ല. കാരണം അത് അടയാളമാണ് താൻ ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചതിൻ്റെ,
ഈ ലോകത്തെ വീണ്ടെടുക്കാൻ വേണ്ടി മുറിഞ്ഞ് അല്ലെങ്കിൽ മുറിയപ്പെട്ടതിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായതുകൊണ്ടാണ് അത് മാച്ചു കളയാതെ ആ അടയാളങ്ങളോടുകൂടി, ആ മുറിവുകളോടുകൂടി തന്നെ ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അത് നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട്. നമ്മളെപ്പോഴും ഓർക്കണം, ഈശോ ഈ മുറിവുകളോടുകൂടി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് നമ്മെ ഓർമ്മിപ്പിക്കേണ്ടുന്ന വലിയ സത്യം, സ്വർഗത്തിൽ നമ്മൾ അളക്കപ്പെടുന്നത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മിനുസം നോക്കിയല്ല, മറിച്ച് എത്രത്തോളം നമ്മൾ മുറിയപ്പെട്ടു എന്നതിനെ ആശ്രയിച്ചാണ്. ഈ സത്യം മനസ്സിൽ പേറി വേണം ക്രിസ്ത്യാനികളായിട്ടുള്ള നമ്മൾ ജീവിക്കാനായിട്ട്. എത്രത്തോളം ഞാൻ മുറിയപ്പെട്ടു, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ഇടവകയ്ക്ക് വേണ്ടി, എൻ്റെ സൗഹൃദങ്ങളിൽ, എൻ്റെ മക്കൾക്ക് വേണ്ടി എത്രത്തോളം ഞാൻ മുറിയപ്പെട്ടു എന്നുള്ള ചോദ്യമാണ് നമ്മൾ നിരന്തരം ചോദിക്കേണ്ടത്. അതാണ് അഗാപ്പെ എന്ന് പറയുന്ന സ്നേഹത്തിൻ്റെ ഭാവം. മുറിയപ്പെടുന്ന സ്നേഹം, പങ്കുവെച്ച് നൽകുന്ന സ്നേഹം. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് ഇൻഡിഫറൻസ്, നിസ്സംഗതയാണ്. ഒന്നിലും ഇടപെടാതെ മാറി നിൽക്കുന്ന ഒരു ശൈലി. അങ്ങനെ മാറി നിന്ന് ഇതിലൊക്കെ ഇടപെടുന്ന ആളുകളെ വിമർശിക്കുന്ന ഒരു ശൈലി. അതല്ല വേണ്ടത്. എല്ലാത്തിലേക്കും ഇടപെടാനായിട്ട് നന്മയോടുകൂടി, നല്ല മനസ്സോടുകൂടി ശുശ്രൂഷ ചെയ്യണമെന്നുള്ള മനോഭാവത്തോടുകൂടി അതിൽ പങ്കുചേരാനായിട്ട്, അങ്ങനെ പങ്കുചേരുമ്പോൾ മുറിയപ്പെടാനായിട്ട്, കുറ്റം പറയാനായിട്ട് ആളുകളുണ്ടാകും. ശാരീരികമായിട്ടും മാനസികമായിട്ടും വേദനിക്കും. ശാരീരികമായിട്ട് കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, അത് കുടുംബത്തിലാകട്ടെ, ഇടവകയിലാവട്ടെ, കുടുംബ യൂണിറ്റിലാകട്ടെ, നമ്മുടെ ഏതേത് മേഖലകളിലും ആകട്ടെ, ശാരീരികമായിട്ട് ഉത്തരവാദിത്തങ്ങളുണ്ടാകും. മുറിയപ്പെടും. ശാരീരികമായിട്ട് വെയിൽ കൊള്ളേണ്ടതായിട്ട് വരും. മാനസികമായിട്ട് നമ്മൾ പീഡിപ്പിക്കപ്പെടും. വൈകാരികമായിട്ട് മുറിവുകൾ ഏൽപ്പിക്കപ്പെടും. അത് നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരടയാളമായിട്ട് കാണാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് അഗാപ്പെ എന്ന് പറയുന്ന ഈശോ കുരിശിൽ നമുക്കായിട്ട് മുറിഞ്ഞ് ആ മുറിവുകൾ നമുക്ക് അഭിമാനത്തോടെ കാണിച്ചു തരുന്ന ആ സ്നേഹത്തിൻ്റെ മനോഭാവം സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. പലരും പിന്നോട്ട് മാറുന്നത്, എന്തിനാണ് ഞാൻ ഈ ടെൻഷൻ ഏറ്റെടുക്കുന്നത്, എന്തിനാണ് മറ്റുള്ളവർ, ഞാൻ ഒരു കാര്യമില്ലാതെ മറ്റുള്ളവർ പറയുന്ന ഈ കുത്തുവാക്കുകൾ കേൾക്കാനായിട്ട് ഞാൻ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത് എന്തിനാണ്? അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. മുറിയപ്പെടാത്ത ഒരു ജീവിതത്തിനും സ്വർഗത്തിൻ്റെ മുമ്പിൽ വിലയില്ല എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ മുറിയപ്പെടും. ആ മുറിവ് നമ്മുടെ സ്നേഹത്തിൻ്റെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ, നമ്മുടെ ഉത്തരവാദിത്ത ബോധത്തിൻ്റെ അടയാളമായിട്ട് കണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. ഇതാണ് ഇന്ന് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ കാഴ്ചപ്പാടിൻ്റെ പശ്ചാത്തലത്തിൽ, ഈ മുറിവുകളുടെ ഈ ദൈവശാസ്ത്രം, അതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് പ്രായോഗികമായിട്ട് ഉൾക്കൊള്ളാവുന്ന 2-3 ചിന്തകൾ. ഒന്നാമത്തേത്, നമ്മുടെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുമ്പോൾ നമുക്കുള്ള മനോഭാവമാണ്. അവരിന്ന് ചിലപ്പോൾ കിടപ്പ് രോഗികളായിരിക്കും, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ശരീരത്തിൻ്റെ ദുർബലമായ അവസ്ഥയിലേക്ക് എത്തിയവരായിരിക്കും. അവരുടെ മലമൂത്ര വിസർജനം പോലും നമ്മൾ എടുക്കേണ്ടുന്നതായിട്ടുള്ള അവസ്ഥയിലേക്ക് അവരെത്തിക്കാണും. അവിടെ നമ്മൾ ഓർക്കണം, അവർ ഈ ശരീരത്തിൻ്റെ ഈ ദുർബലതയിലേക്ക് നീങ്ങുന്നത് ജീവിതത്തിൽ നമുക്ക് വേണ്ടി എത്രയോ വട്ടം ത്യാഗങ്ങൾ അനുഷ്ഠിച്ച് ശാരീരികവും മാനസികവുമായിട്ട് അവർ കടന്നുപോയ വേദനകൾ, ഇതൊക്കെയാണ് മനുഷ്യനെ ദുർബലനാക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും. അങ്ങനെ ദുർബലമായതാണ്, നമ്മെ സ്നേഹിച്ചതിൻ്റെ പേരിൽ, നമുക്ക് വേണ്ടി മുറിയപ്പെട്ട അഗാപ്പയാകുന്ന സ്നേഹമായി മാറിയതിൻ്റെ പേരിൽ ദുർബലരായി പോകുന്ന നമ്മുടെ മാതാപിതാക്കളോട് നമ്മുടെ മനോഭാവം എന്താണ്? അവരുടെ ശരീരത്തിലെയും മനസ്സിലെയും മുറിവുകളോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? ഭാരമായിട്ടാണോ നമ്മൾ കാണുന്നത്? അതോ സ്പർശിക്കേണ്ടുന്ന, സ്നേഹത്തോടുകൂടി വിശ്വാസത്തോടുകൂടി സ്പർശിക്കേണ്ടുന്ന ഇടമായിട്ടാണോ നമ്മൾ കാണുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ അഗാപ്പയാകുന്ന മുറിവുകളിൽ തൊടുന്ന സ്നേഹത്തിൻ്റെ യേശു മനോഭാവം നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിച്ചാൽ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ ഏറെ താല്പര്യത്തോടു കൂടി ശുശ്രൂഷിക്കാനായിട്ട്, ഏറെ സ്നേഹത്തോടു കൂടി
ശുശ്രൂഷിക്കാനായിട്ട്, പരാതികളില്ലാതെ ശുശ്രൂഷിക്കാനായിട്ട്, മടുപ്പില്ലാതെ ശുശ്രൂഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ വളരേണ്ടുന്നത് നമ്മളും മുറിയപ്പെടാൻ പറ്റുന്ന അഗാപ്പയാകുന്ന മുറിവിൻ്റെ സ്നേഹത്തിലേക്കാണ്. രണ്ടാമത്തെ കാര്യം, ജീവിത പങ്കാളികൾ തമ്മിൽ പ്രായം കൂടുന്തോറും ശരീരത്തിൻ്റെ സൗന്ദര്യം നശിക്കും, കുറവുകളുണ്ടാകും, മാറ്റങ്ങൾ വരും ശരീരത്തിൽ. സ്നേഹം അതുകൊണ്ട് അവസാനിക്കേണ്ടുന്നതല്ല എന്നുള്ളതാണ് മുറിവിൻ്റെ ദൈവശാസ്ത്രം. മുറിവിൻ്റെ സ്നേഹം, അല്ലെങ്കിൽ സ്നേഹിച്ചതിൻ്റെ പേരിൽ വിരൂപമായി പോയതിൻ്റെ ഒരു ദൈവശാസ്ത്രമുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മുടെ ഈ അമ്മമാരൊക്കെ അടുക്കളയിൽ കഷ്ടപ്പെട്ട് അവരുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അപ്പച്ചന്മാർ അവർ പുറത്ത് പണിയെടുത്ത് വെയിലിൻ്റെ ചൂടേറ്റ് ശരീരത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ബലഹീനമായി പോയിട്ടുണ്ടെങ്കിൽ, അതൊക്കെ തിരിച്ചറിയാനായിട്ട് സാധിക്കണം. സ്നേഹത്തിൻ്റെ അടയാളമായി, സ്നേഹത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തിയതാണ് അതെന്നുള്ള തിരിച്ചറിവ് വരുമ്പോൾ ആ വൈരൂപ്യങ്ങളെ കൂടി സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ മുറിവുകൾ ഉണ്ടാകുമ്പോൾ, മറ്റുള്ളവരെ സ്നേഹിച്ചതിൻ്റെ പേരിൽ, മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തതിൻ്റെ പേരിൽ, മറ്റുള്ളവർക്ക് വേണ്ടി കരുതലായി നിന്നതിൻ്റെ പേരിൽ നമ്മുടെ ശരീരത്തിലും മനസ്സിലും വൈകാരികമായുമൊക്കെ നമുക്ക് മുറിവുകൾ ഉണ്ടാകുമ്പോൾ, ആ മുറിവുകളെ ക്രിസ്തുവിൻ്റെ അവിടുന്ന് അഭിമാനത്തോടെ നമുക്ക് കാണിച്ചു തന്ന, എൻ്റെ ഈ മുറിവിൽ നീ തൊടുക എന്ന് പറഞ്ഞ് ക്ഷണിച്ച ആ മുറിവുകളോട് ചേർത്ത് നമ്മുടെ ശാരീരികവും മാനസികവും വൈകാരികവും ആത്മീയവും ഒക്കെ ആയിട്ടുള്ള മുറിവുകൾ ചേർത്ത് വയ്ക്കാൻ സാധിക്കുമ്പോൾ അത് വലിയ സൗഖ്യമാണ്. നമ്മുടെ മുറിവുകൾ ഉണങ്ങുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ മുറിവുകൾ മൂലം നമുക്കുണ്ടാകുന്ന സൗന്ദര്യക്കുറവിന് അതിനൊരു ദൈവശാസ്ത്രമുണ്ട്. കാരണം അത് സ്നേഹത്തിൻ്റെ അടയാളമാണ് എന്നുള്ളത് കൊണ്ടാണ്. ആ മുറിവുകളാണ്, എത്രത്തോളം ഞാൻ മുറിയപ്പെട്ടു, എത്രത്തോളം ആ അഗാപ്പയാകുന്ന മുറിയപ്പെടുന്ന യേശുവിൻ്റെ സ്നേഹം ഈ ലോകത്തിൽ ഞാൻ ആയിരുന്നപ്പോൾ ജീവിച്ചു. അതാണ് സ്വർഗത്തിൽ നമ്മളെ അടയാളപ്പെടുത്തുന്നത്. സ്വർഗത്തിൽ നമ്മുടെ സ്നേഹത്തിൻ്റെ അളവ് നോക്കപ്പെടുന്നത് ഈ മുറിവുകളുടെ എണ്ണം നോക്കിയാണ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, സ്നേഹിച്ചതിൻ്റെ പേരിലുണ്ടാകുന്ന ഒരു മുറിവും നമ്മളെ ഭയപ്പെടുത്തേണ്ടതില്ല, നമ്മളെ വേദനിപ്പിക്കേണ്ടതില്ല, നമ്മളെ നിരാശപ്പെടുത്തേണ്ടതില്ല. മറിച്ച് അത് പ്രത്യാശയുടെ മുറിവാണ്, സ്വർഗത്തിലേക്കുള്ള നമ്മുടെ എൻട്രി പാസ്സാണ് എന്നുള്ള ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാം.